ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് നിങ്ങൾ കണ്ടതുപോലെ നമുക്കിന്ന് ബ്യൂട്ടി ടിപ്പല്ല, നമുക്കിന്നൊരു മേക്കപ്പ് വീഡിയോ. ഒരു കുഞ്ഞ് മേക്കപ്പ് വീഡിയോ. ഒരിടത്ത് രാവിലെ ഒരു കല്യാണം, ഒരു എൻഗേജ്മെൻറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. കല്യാണത്തിന് ചേട്ടൻ പോയി, എൻഗേജ്മെൻറ്റിന് ഞാൻ പോയി. പിന്നെ വൈകുന്നേരം നമുക്ക് പാല് കാച്ചുണ്ട്. അപ്പോൾ പാല് കാച്ചിന് ഫാമിലിയായിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പാല് കാച്ചിന് മാമൻ്റെ മോളെ വീട് പാല് കാച്ചിന് ഫാമിലിയായിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഞാൻ കരുതി എന്ന് നമ്മൾ ബ്യൂട്ടി ടിപ്പും മഞ്ഞളും ഒക്കെ ഇടുന്ന വീഡിയോയിലെ കാണിക്കുന്ന ഇന്നൊരു മേക്കപ്പ് വീഡിയോ ആവട്ടെ. മേക്കപ്പ് ചെയ്യുന്നതെല്ലാം കാണിക്കാൻ പറ്റത്തില്ല, ഒന്ന് ജസ്റ്റ് പോകുന്നത് നമ്മുടെ ആ പോകുന്ന ലുക്കൊന്ന് കാണിക്കാമെന്ന് കരുതി സാരി ഏതെടുക്കണമെന്ന് പോകാൻ സമയത്താണ് നമ്മൾ സാരിയൊക്കെ തിരക്കുന്നത് കേട്ടോ. മുന്നക്കൂട്ടി ഒന്നും കരുതി വെക്കുന്ന പരിപാടിയൊന്നുമില്ല. ഏത് സാരി ഉടുക്കണമെന്ന് നോക്കി വന്നപ്പം ഇതെടുത്തു, ഈ സാരി എടുത്തു കേട്ടോ. ഈ സാരി എടുത്തു. ഇത് എൻ്റെ മക്കൾ ഒരാണ്ട് ഓണത്തിനെടുത്ത് തന്ന സാരിയാണ് കേട്ടോ. സാരിയൊന്നും ഞാൻ അങ്ങനെ തേക്കാറൊന്നുമില്ല, മടക്കി അലമാരയിൽ വെക്കുകയോ എടുത്തങ്ങ് ഉടുത്തോണ്ട് പോവും. അതേ പിന്നെ സാരി എടുത്ത പണ്ടല്ല, ഒരേ കളറിൽ കുറേ സാരി. എനിക്ക് ചില കളറിൽ കുറേ ഉണ്ട്. നീലയാണെങ്കിൽ നീല, പച്ചയാണെങ്കിൽ പച്ച, മെറൂൺ ആണെങ്കിൽ മെറൂൺ. ഈ ഒരു സാരി വലിച്ചെടുത്തപ്പോൾ അപ്പം നിങ്ങളത് കാണിക്കാമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. നിങ്ങൾ പറയില്ല ഇനിയിപ്പോൾ അഹങ്കാരമാണ്, ജാട കാണിക്കണമെന്നൊന്നും പറയില്ല കേട്ടോ. ഇന്നാൾ നമ്മൾ സാരിയുടെ വീഡിയോ കാണിച്ചപ്പോഴത്തേക്ക്, നമ്മളെ മറ്റേ ചാനലിൽ സാരിയുടെ വീഡിയോ കാണിച്ചപ്പോൾ ഇത്രയും പണവും ഇതൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ദാനം കൊടുക്കാനെന്ന്. ഡ്രസ്സ് എടുക്കുന്നത് അത് നമ്മൾ എന്നും ഒരു ദിവസം കൊണ്ട് എടുക്കുന്നതല്ല, നമ്മൾ പല ആവശ്യങ്ങൾക്ക് എടുക്കുന്നതിൽ നമ്മൾ കളയാണ്ട് അടുക്കിയും പറക്കിയൊക്കെ വെക്കുന്നതൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ ഇതിലൊരു ഈ സാരി ഒരുമിച്ചെടുത്തതാണ് കേട്ടോ. ഇത് ഉടുത്തിട്ട് ഞാൻ കൊണ്ടിട്ടിരുന്നു കേട്ടോ. ഇതുമൊക്കെ അടുപ്പിച്ച് ഓഫീസിലെ ഫങ്ഷന് വേണ്ടിയിട്ട് എടുത്തതാണ്. അതേ കളറിൽ തന്നെ അടുത്ത വേറൊരു ഷെയ്ഡ്. അങ്ങനെ ഒരു കളറിൽ നമുക്ക് 2-3 സാരികൾ കാണും. നീലയാണെങ്കിൽ നീല, പച്ചയാണെങ്കിൽ പച്ച. അപ്പോൾ എന്തായാലും കഥ പറഞ്ഞുകൊണ്ടിരുന്ന ശരിയാവത്തില്ല. ഞാൻ ഒന്ന് ഫ്രഷായിട്ട് വന്നിട്ട് നമുക്ക് കാണാം. അപ്പം ഞാൻ സാരിയൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി തല കെട്ടാൻ പോകുന്നു. നമ്മൾ തല കെട്ടാൻ പോകുന്നത് ഇങ്ങനെ പൊക്കി കോതി നമ്മുടെ നെറ്റിയൊക്കെ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. നെറ്റിയൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ കോതുമ്പോൾ നമുക്കിങ്ങനെ കെട്ടാൻ ഒരിതില്ല കേട്ടോ. ഓരോരുത്തരും നമ്മൾ കെട്ടി ശീലിക്കുന്ന ആ ശീലങ്ങളാണ് കേട്ടോ. നമ്മൾ എങ്ങനെയാണോ കെട്ടി ശീലിക്കുന്ന ആ ശീലങ്ങളാണ്. നമ്മളിങ്ങനെ ഉയർത്തി കോതി നമ്മുടെ നെറ്റിയൊക്കെ അങ്ങ് കയറി പോകുന്നുണ്ട്. നെറ്റി കയറിയാലേ നമുക്ക് നമ്മുടെ ആ രീതിക്കല്ലേ കെട്ടാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെയാണ് തല കെട്ടുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മുടിക്ക് ഉടക്കൊക്കെ കാണും കേട്ടോ. മുടിക്ക് നീളമൊക്കെ ഉള്ളതുകൊണ്ട് ഉടക്കൊക്കെ കാണും. ഞാൻ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇത്തിരി ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് കയ്യും കാലമൊക്കെ പൊക്കുമ്പോൾ ഒന്നും കാണാൻ പാടില്ല. കയ്യും കാലമൊക്കെ പൊക്കുമ്പോൾ ഇങ്ങനെ എടുക്കും കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് നമ്മളിനി സ്ലൈഡ് വയ്ക്കാം. കൂടുതൽ ഭംഗിയൊന്നും നോക്കാറില്ല കേട്ടോ. എൻ്റെ രീതി എങ്ങനെയാണോ ആ രീതിക്ക് തന്നെയാണ് തല കെട്ടുന്നത്. കാണാൻ പറ്റുമോ എനിക്കറിയില്ല, കാണാൻ പറ്റുമോ എന്നറിയില്ല. നമ്മുടെ ഇവിടുത്തെ സ്ലൈഡ് വെപ്പ് കഴിഞ്ഞ് കേട്ടോ. എന്നിട്ടിങ്ങനെ ഒന്നാക്കുക. കാണാൻ പറ്റുമെന്നറിയില്ല. ഞാൻ മിണ്ടാതെ നിൽക്കണമെന്ന് പറഞ്ഞ് നിങ്ങളൊന്നും വിചാരിക്കല്ലേ. നമ്മളിങ്ങനെ മുടി പിന്നിക്കൊണ്ടിരിക്കുക, നിങ്ങളോട് മിണ്ടാൻ പറ്റത്തില്ല. കണ്ടോ? വല്ലതും കണ്ടാ നിങ്ങൾ?
തല കെട്ടുന്നത് വല്ലതും നിങ്ങൾ കണ്ടോ? അപ്പോൾ നമ്മൾ തലകെട്ട് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരുങ്ങിയതിന് ശേഷം ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. തലകെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഇടാൻ പോകുന്ന ക്രീമൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ മക്കൾ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അങ്ങ് വെളിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എൻ്റെ പേരെന്താണെന്നില്ല. തീർന്ന് ക്രീമൊക്കെ തീർന്ന്. ഇനി ഒരു അലോവേരയുടെ ജെല്ല് വാങ്ങണം. അപ്പോൾ ഞാൻ ഇച്ചിരി ക്രീമിട്ടു. മുഖം നന്നായിട്ട് നമ്മുടെ ഒരു കുഞ്ഞു മേക്കപ്പ് വീഡിയോ ആണ്. എത്ര മിനിറ്റ് പോകുമെന്നൊന്നും എനിക്കറിയില്ല. എനിക്കറിയത്തില്ല. ഫാന് ഓഫ് ചെയ്തിട്ടിട്ടാണ് കഥ പറയുന്നത്. അല്ലെങ്കിൽ ഫാനിൻ്റെ ഒച്ചപ്പാടിൽ ഞാൻ പറയുന്നതെന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. എത്ര മിനിറ്റൊക്കെയാണോ എന്തോ വീഡിയോ പോകുന്ന. കണ്ണട വയ്ക്കാത്തതുകൊണ്ട് കാണാനും പറ്റുന്നില്ല. എത്ര മിനിറ്റായി വീഡിയോ കാണാൻ പറ്റുന്നില്ല. അപ്പം എന്നിട്ട് ഇച്ചിരി പൗഡർ എടുത്ത് ഫേസിലോട്ട്. വേറെ ഒന്നും നമ്മളൊരു മറിമായവും കാണിക്കുന്നില്ല കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ്. എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ? സമയം പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൽ ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ കുറേ നാളുണ്ട് ലിപ്സ്റ്റിക്കൊന്നും ഉപയോഗിക്കുന്നില്ല. അതൊക്കെ കുറേ നാളായത്. ഇനി വേറെ വാങ്ങണം. നമ്മളെ അങ്ങനെ എപ്പോഴും ഉപയോഗിക്കണമല്ലോ, വല്ലപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ട് അത് കുറേ നാളായി വാങ്ങിച്ചിട്ട്. മിനിറ്റുകൾ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. എന്തായാലും നമ്മൾ നോക്കട്ടെ. നീളം കൂടുതലാണെങ്കിൽ കട്ട് ചെയ്തിടാം. നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ട്. ഞാൻ ഫാനിൻ്റെ ഒച്ചപ്പാടിൽ ഞാൻ പറയുന്നതെന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ ഞാൻ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. ഫാനിടാതെ നമ്മൾ ഒരുങ്ങുന്നതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടുമുണ്ട്. പൗഡർ കൂടുതലാണോ കുറവാണോ? ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ്. ഫോണിൽ നോക്കി ഇട്ടിട്ട് വേറെ രാവിലെ ഒരു മധുരക്കല്യാണം ഉണ്ടായിരുന്നല്ലോ, അത് പോയിട്ടിട്ട് എൻ്റെ ഇതുണ്ട്, ചരിഞ്ഞു പോയി. എന്തൊരു പാടാം. ഫോണിൽ നോക്കി ഇടുന്നത് കൊണ്ട് നമുക്ക് കണ്ണിലായോ ആയില്ലേ. ഓൾറെഡി പൊട്ട് ഉണ്ട്, അത് മതി. നമ്മുടെ മേക്കപ്പൊക്കെ ഇതാണ് കേട്ടോ. ആഡംബരങ്ങളൊന്നുമില്ലാത്തൊരു മേക്കപ്പാണ്. ഇനി ഫൈനൽ ലുക്ക് നമ്മൾ കാണിച്ചു തരാം. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പൗഡർ ഇട്ടിട്ടുണ്ട്. എൻ്റെ കമ്മലൊന്നും എവിടെ പോയി കേട്ടോ. കമ്മൽ പോയി കേട്ടോ. ഈശോയെ, ഇത്രയും നേരം ഞാൻ ഒരുങ്ങിക്കൊണ്ട് നിന്ന് കേട്ടോ. എൻ്റെ കമ്മൽ എവിടെ പോയി? ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഞാൻ ശ്രദ്ധിക്കുന്നതേ ഇല്ല. എൻ്റെ കമ്മൽ എവിടെ പോയി നോക്കട്ടെ.
ഓട്ടക്കാതായതാണ്, പുറത്തൊരിടം പോകില്ല. ഒന്നീ ടെറസിൽ കാണും, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണും. നോക്കാനാണ് ഇനിയിപ്പോൾ ബുദ്ധിമുട്ട്. നോക്കട്ടെ. കണ്ണിന് പ്രശ്നമുള്ളതുകൊണ്ട് ഒരുങ്ങിയപ്പോഴത്തേക്ക് കണ്ടില്ല, കാതിലെ സംഭവം നോക്കില്ല. ഭാഗ്യത്തിന് പുറത്തൊന്നും പോകാത്തത് കൊണ്ട് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണുമെന്ന്. എനിക്ക് സിമ്പിളായിട്ട് കിടക്കട്ടെന്നും പറഞ്ഞ് ഇട്ടതാണേ, പക്ഷെ അത് ശാശ്വതമല്ല. എങ്ങനെ ഇനി എപ്പോഴും ശ്രദ്ധ ഇതില്ല. അപ്പോൾ നമ്മുടെ ലുക്ക് നമ്മൾ കാണിച്ച് തരാം. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതാണ് നമ്മുടെ സിമ്പിൾ മേക്കപ്പ്. തലേന്നും കെട്ടിയത് ശരിയായോ ആയില്ലേ. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് നിങ്ങളത് കാണിക്കാൻ പറ്റാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലെത്തിയത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും ശ്രദ്ധ മൈൻഡൊക്കെ പോയി കേട്ടോ, അപ്പോൾ എല്ലാ ടാറ്റ ബൈ ബൈ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.